47.65 കിലോമീറ്റർ കടൽ തീരത്ത് കടലാക്രമണം ചെറുക്കാൻ ഈ വർഷവും പദ്ധതികളൊന്നുമില്ല. ഉപ്പള, മുസോടി, ഐല, മഞ്ചേശ്വരം, തൃക്കണ്ണാട്, കൊവ്വൽ, കാപ്പിൽ പ്രദേശങ്ങളിൽ കടൽ ഭിത്തിക്കായി വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. മറ്റൊരു മഴക്കാലത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ തീരദേശവാസികൾ. പേടിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇനി വേറൊരു മാർഗ്ഗമില്ല, വേറെ സ്ഥലങ്ങളോ വീടുകളോ ഇല്ല. കാസർഗോഡ് ജില്ലയിലെ 85 കിലോമീറ്റർ കടൽ തീരത്ത് 50 കിലോമീറ്റർ കടലോരവും രൂക്ഷമായ കടലാക്രമണ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്തിൽ സന്നദ്ധ സംഘടന നൽകിയ നിവേദനത്തിനുള്ള മറുപടിയിൽ ജില്ലയിലെ തലപ്പാടി മുതൽ തൃക്കണ്ണാട് വരെയുള്ള രൂക്ഷമായ കടൽക്ഷോഭം നേരിടുന്ന പ്രദേശങ്ങളിൽ തീരദേശ ജനത ആവശ്യപ്പെടുന്ന തരത്തിൽ ടെട്രോപാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള സംരക്ഷണ ഭിത്തികൾ സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി അറിയിച്ചിരുന്നു. എന്നാൽ ഉദുമയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലടക്കം നടപടി കടലാസിലൊതുങ്ങി. കോവൽ, കാപ്പിൽ പ്രദേശങ്ങളിൽ കടൽ ഭിത്തിക്കായി നടത്തിയ പ്രക്ഷോഭം അധികൃതർ കണ്ടില്ലെന്ന് നടിച്ചു. ടെട്രോപാഡാണ് ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം. അത് ഞങ്ങൾക്ക് എന്തായാലും നിർബന്ധമാണ്, അത് കിട്ടിയേ പറ്റൂ. അപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ കടലേറ്റ് എല്ലാം എടുത്തു 72 ലക്ഷത്തോളം പാഴായി. 72 ലക്ഷത്തോളം പാഴായി. ടെട്രോപാഡ് പറയുമ്പോൾ ഫണ്ടില്ല. ഞങ്ങൾ പറയുന്ന സമയത്ത് പറയുന്നത് ഫണ്ടില്ല. പല ഓഫീസുകളും കയറി ഇറങ്ങി. പിന്നെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. പിന്നെ നമ്മുടെ കളക്ടർ ഇമ്പശേഖരൻ സാർ ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയതേ ഇല്ല. മഴക്കാലം വരുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ, MP, MLA അങ്ങനെ അനുബന്ധമായ എല്ലാവരും വരും. പക്ഷെ നമുക്ക് അതിനോട് ആവശ്യം ഇനി ആരും ഇടവരണ്ട. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണമാണ്. അത് കിട്ടിയേ തരൂ. കോടികളും ലക്ഷങ്ങളുമാണ് ഓരോ വർഷവും അശാസ്ത്രീയമായുള്ള തീരസംരക്ഷണ പദ്ധതിയുടെ പേരിൽ കടലിൽ കൊണ്ടിട്ട് തുലയ്ക്കുന്നത്. ചെറിയ കരിങ്കല്ലുകൾ, മണൽച്ചാക്കുകൾ ഇവ കൊണ്ടുള്ള കടൽ ഭിത്തികൾക്ക് ശക്തമായ കടലാക്രമണത്തെ ചെറുക്കാൻ ഒതുകില്ല. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രീയമായ പദ്ധതികൾക്ക് വേണ്ടി മുറവിളി ഉയരുന്നത്. മൊഗ്രാൽ, നാങ്കി പ്രദേശത്ത് കടൽ ഭിത്തി സ്ഥാപിക്കാൻ കൊണ്ടിട്ട ചെറിയ കരിങ്കല്ലുകൾ നാട്ടുകാരുടെ എതിർപ്പ് മൂലം കഴിഞ്ഞ 3 വർഷത്തോളമായി കടൽ തീരത്ത് തന്നെ ഉപേക്ഷിച്ച നിലയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറേ കടലെടുത്തു. അതിലൊരു ഒതുകിടെ കുറച്ച് സ്ഥലം, ഒരു 110 ചാക്ക് ഉപയോഗമാക്കിയിട്ട് അതിൻ്റെ ബാക്കി ഒഴിവുണ്ട്. അപ്പോൾ ഈ അടുത്തതിനിപ്പോൾ അത് ഇങ്ങോട്ട് കടയിൽ തുറന്നിട്ട് വീടിൽ പോകുന്നില്ലൊരു വേറെ ഞങ്ങളില്ല, എന്ത് ചെയ്യണമെന്നില്ല. മഴക്കാലം വരുമ്പോൾ അതൊരു പേടിയിലുണ്ട് ഞങ്ങൾക്ക്. എൻ്റെ വീടും സ്ഥലമായിട്ട് ഒരു 9 മീറ്ററിൻ്റെ വ്യത്യാസം ഇല്ല. പോയി കാസർഗോഡ് ജലസേചന ഉപവിഭാഗം സമർപ്പിച്ച പദ്ധതികളിൽ തീരുമാനമാകാത്തത് കടലോര ജനതയുടെ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട്. ഓരോ വർഷവും കലിതുള്ളി വരുന്ന കടലേറ്റം തീരദേശവാസികളെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. ഇതിൽ ജീവനും വീടും സ്ഥലവും ജീവനോപാധികളും വരെ നഷ്ടപ്പെടുന്നവർ ഏറെയാണ്. കടൽ മായ്ച്ചു കളയുന്നത് കര മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ഇവിടെ വേണം. ഈ മഴക്കാലത്തെങ്കിലും ഇവർക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയണം. കാസർഗോഡ് കോവലിൽ നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.